തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരള കോൺഗ്രസിൽ നടക്കുന്ന ഉൾപോർ കേരളത്തിലെ കോൺഗ്രസിനെ മുഴുവൻ ബാധിക്കുമെന്ന അവസ്ഥയിലെത്തിയതോടെ PJ ജോസഫുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനൊരുങ്ങി കോൺഗ്രസ് നേതൃത്വം. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യഘട്ട ചർച്ച കോൺഗ്രസ് നേതാക്കളുമായി തൊടുപുഴയിൽ വെച്ച് നടത്തിയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. എന്നാൽ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നും താൻ തിരഞ്ഞെടുപ്പിൽ എന്നാൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസമെന്നും PJ ജോസഫ് പറഞ്ഞു. കേരള കോൺഗ്രസ് പിളരില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും പറയുന്നു. പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മുല്ലപ്പള്ളി പറഞ്ഞിരുന്നു. കോട്ടയത്ത് പാളിച്ചയുണ്ടാകാൻ അനുവദിക്കില്ലെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാനും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇതോടെ കേരള കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നിർത്താനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. PJ ജോസഫിനെ ഒഴിവാക്കി തോമസ് ചാഴിക്കാടനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെയും പാർലമെന്റ് പാർട്ടിയിലെയും പൊതുവികാരത്തിന് എതിരാണെന്ന് ജോസഫ് പക്ഷം ഇപ്പോഴും പറയുന്നു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ VN വാസവനും ജോസ് കെ മാണിയും തമ്മിൽ ധാരണയുള്ളതായി സംശയമുണ്ടെന്നും ജോസഫ് വിഭാഗം നേതാവ് TU കുരുവിള ആരോപിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഇടതുമുന്നണിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ചാഴിക്കാടനെ നിർത്തുന്നത്. തോമസ് ചാഴിക്കാടനേക്കാൾ വിജയസാധ്യത PJ ജോസഫിനാണെന്നും TU കുരുവിള പറഞ്ഞിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും കോട്ടയത്ത് ജോസഫ് നോമിനേഷൻ നൽകാൻ ആലോചിക്കുന്നതായും സൂചനയുണ്ട്. അങ്ങനെ വന്നാൽ പാർട്ടിയിൽ നിന്നും തന്നെ പുറത്താക്കുമെന്നും അതുവഴി കൂറുമാറ്റം വന്നു ചേരാതിരിക്കാനും ജോസഫ് ആലോചിക്കുന്നു. എന്നാൽ ജോസഫിനെ പാർട്ടി ഒന്നും ചെയ്യില്ല. പാർട്ടി സസ്പെൻഡ് ചെയ്താൽ മാത്രമേ കൂറുമാറ്റം ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. ജോസഫിന് സീറ്റ് കൊടുക്കേണ്ടി വന്നാൽ കോട്ടയത്ത് VN വാസവൻ ജയിച്ചേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. PC തോമസ് കോട്ടയത്ത് സ്ഥാനാർത്ഥിയായാൽ കോട്ടയത്തും താമര വിരിയാൻ സാധ്യതയുണ്ടായിരുന്നു. അതായത് കേരള കോൺഗ്രസ് തന്നെ ജോസഫിന്റെ കാലുവാരാം. ജോസഫിനോട് താല്പര്യമില്ലെന്ന് കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജോസഫിന് യാതൊരു സ്വാധീനവും ഇല്ലാത്ത മണ്ഡലമാണ് കോട്ടയം എന്നാണ് ഇവർ പറയുന്നത്. കോൺഗ്രസിലെ വിഭാഗത്തിന്റെ ശക്തമായ സമ്മർദ്ദമാണ് ജോസഫിന് വേണ്ടിയുണ്ടായിരുന്നത്. അതേസമയം കോട്ടയം കിട്ടിയാൽ കൊള്ളാമെന്ന തരത്തിൽ ഉമ്മൻചാണ്ടി ഒളിച്ചു കളിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസ് UDF-ൽ നിന്ന് പോകാതിരിക്കാൻ കാരണം ജോസഫാണെന്ന് ഗ്രൂപ്പ് വിശ്വസിക്കുന്നു. CPM കേരള കോൺഗ്രസിനെ വലവീശി പിടിച്ചപ്പോൾ ജോസഫാണത്രേ പ്രതിരോധം തീർത്തത്. മാണിയെ ഇടതുപാളയത്തിൽ എത്തിക്കാതിരിക്കാൻ കരുക്കൾ നീക്കിയ തന്നെ അവഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ജോസഫ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും കണ്ടു. ജോസഫിനെ അവഗണിക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്നാണ് റിപ്പോർട്ട്. അതിനിടെ കോൺഗ്രസിന്റെ ഇടുക്കി സീറ്റ് ജോസഫിന് നൽകാനും കോൺഗ്രസ് ആലോചിച്ചിരുന്നു. പക്ഷേ അത് നേതാക്കൾ മുളയിലെ നുള്ളി. ജോസഫ് മത്സരിക്കില്ലെന്നും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആരെങ്കിലും മത്സരിക്കുകയാണ് ജോസഫിന്റെ ലക്ഷ്യമെന്നും കേൾക്കുന്നു. തനിക്ക് സീറ്റ് വേണമെന്ന് ജോസഫ് പറയുമ്പോൾ അത് തന്റെ ഗ്രൂപ്പിന് വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യമെന്നും കേരള കോൺഗ്രസിലെ ചിലർ പറയുന്നു. എന്നാൽ മത്സരിക്കാൻ തന്നെയാണ് ജോസഫിന്റെ തീരുമാനമെന്നാണ് കോൺഗ്രസിനകത്തുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.